മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളാത്തതിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം തുടർന്ന് ഹൈക്കോടതി. ദുരന്തം സംഭവിച്ച് ഒരു വർഷം കഴിഞ്ഞിട്ടും തീരുമാനമെടുക്കാനായില്ലേ എന്ന് ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു. ബാങ്ക് വായ്പ എഴുതിത്തള്ളുന്നതിൽ ഓഗസ്റ്റ് 13-നകം കേന്ദ്ര സർക്കാർ തീരുമാനം അറിയിക്കണമെന്നും കോടതി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം സംഭവിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞെന്ന് കേന്ദ്രത്തെ ഹൈക്കോടതിയുടെ ഓർമ്മപ്പെടുത്തൽ. ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളുന്നതിൽ ഇതുവരെയും തീരുമാനമെടുക്കാനായില്ലേ എന്നും കേന്ദ്ര സർക്കാരിനോട് ഡിവിഷൻ ബെഞ്ചിന്റെ ചോദ്യം. ബാങ്ക് വായ്പ എഴുതിത്തള്ളുന്നതിൽ എപ്പോൾ തീരുമാനമെടുക്കുമെന്നും ഓഗസ്റ്റ് 13-നകം തീരുമാനം അറിയിക്കണമെന്നും ഹൈക്കോടതി. കേരള ബാങ്ക് വായ്പ എഴുതിത്തള്ളിയത് മാതൃകയാക്കണമെന്നും ഡിവിഷൻ ബെഞ്ച്. ഫയലിൽ കേന്ദ്ര എക്സ്പെൻഡിച്ചർ മന്ത്രാലയം അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. വായ്പ എഴുതിത്തള്ളിയാലും ഇല്ലെങ്കിലും തീരുമാനം കേന്ദ്ര സർക്കാർ ഉടൻ അറിയിക്കണമെന്ന് സംസ്ഥാന സർക്കാർ. അതിനനുസരിച്ച് സംസ്ഥാനത്തിന് മുന്നോട്ടു പോകാനാകുമെന്നും അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതി അറിയിച്ചു. ദുരന്തമുഖത്തെ സൈനിക സേവനത്തിനുള്ള 17 വർഷത്തെ പ്രതിഫലത്തുക ദുരന്തബാധിതർക്കായി വിനിയോഗിക്കാൻ പദ്ധതി തയ്യാറാക്കിയെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. 104 കോടി രൂപ 18 പദ്ധതികൾക്കായി വിനിയോഗിക്കും. 50 കോടി രൂപയുടെ 7 പദ്ധതികൾക്ക് ഭരണാനുമതി ലഭിച്ചു. മറ്റു പദ്ധതികൾക്ക് ഉടൻ ഭരണാനുമതി നൽകുമെന്നും സർക്കാരിന്റെ സത്യവാങ്മൂലം. 3 സ്കൂളുകളുടെ കെട്ടിട നിർമ്മാണത്തിനായി 23 കോടി രൂപ ചെലവഴിക്കും. വെള്ളാർമല ഹൈസ്കൂൾ കെട്ടിടത്തിന് 11.5 കോടി രൂപയും GVHSS കെട്ടിടത്തിന് 7.5 കോടി രൂപയും മുണ്ടക്കൈ GLPS കെട്ടിടത്തിന് 4 കോടി രൂപയും സംസ്ഥാന സർക്കാർ ചെലവഴിക്കും. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.